ഇത് ശങ്കരൻ, ഒരിടത്തരം കൃഷിക്കാരൻ. ഇയാളുടെ ഒരേ ഒരു മകളെ ആശിച്ച പോലെ വിവാഹം കഴിച്ചയച്ചിട്ട് നാളുകൾ അധികമായില്ല. എന്നാൽ ഇത് ശങ്കരന്റെ ഭാര്യ ശാരദ. ഏതൊരമ്മയെപ്പോലെയും മകളുടെ വിവാഹം ഇവരെയും ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. ഇത് സൗമിനി, ഇവരുടെ മകൾ. പറഞ്ഞുറപ്പിച്ച സ്വർണം മുഴുവൻ നൽകിയാണ് ശങ്കരൻ ഇവളുടെ വിവാഹം നടത്തിയത്. എന്നിട്ടും സന്തോഷത്തിന് പകരം ഈ വീട്ടിൽ ദുഃഖം മാത്രം. എന്തായാലും ഇത് ഞങ്ങൾക്ക് വേണ്ട. എന്താണ് ഇവിടെ സംഭവിച്ചത്? മകളുടെ കല്യാണാവശ്യത്തിനായി സ്വർണം വാങ്ങുമ്പോൾ പരിശുദ്ധി ഉറപ്പുള്ള ആഭരണങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ ശങ്കരൻ ശ്രദ്ധിച്ചില്ല. പകരം ശുദ്ധമായ സ്വർണം നൽകുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്നതിനപ്പുറം ഓഫറുകളുമായി എത്തുന്നവരുടെ ചതിക്കുഴികളിൽ വീണു പോവുകയായിരുന്നു ഇയാൾ. പിന്നീട് മരുമകൻ ഒരു ബിസിനസ് ആവശ്യത്തിനായി ആ സ്വർണം വിൽക്കാൻ ഒരുങ്ങുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയ സ്വർണം തീരെ മാറ്റുകുറഞ്ഞതും വില കുറഞ്ഞതുമാണെന്നറിയുന്നത്. മരുമകനും വീട്ടുകാരും സംശയിച്ചതോ ശങ്കരനെയും. ഇവിടെ ചതിക്കപ്പെട്ടതാരാണ്? ശങ്കരനോ മരുമകനോ? ഇത് ശങ്കരന്റെ കഥ. ഇതുപോലെ എത്രയോ പേർ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ശുദ്ധമായ 1 ഗ്രാം സ്വർണത്തിൽ 91.6% തങ്കം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതായത് ചെമ്പിന്റെ അളവ് 8.4% മാത്രം. ഈ അളവ് കൃത്യമായി ഉള്ളതിനെയാണ് യഥാർത്ഥ സ്വർണം എന്ന് പറയുന്നത്. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് അത് വിൽപ്പനയ്ക്കെത്തും മുൻപ് കൃത്യമായ പരിശുദ്ധി ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് അംഗീകൃത BIS 916 മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് 1986 പ്രകാരം വിൽപ്പന നടത്തുന്നവരിൽ നിന്ന് മാത്രമേ ശുദ്ധമായ സ്വർണം ഉറപ്പോടെ നിങ്ങൾക്ക് വാങ്ങാനാകൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത മുദ്രയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെന്റ് അംഗീകൃത മുദ്രയായ BIS 916 ഹോൾമാർക്ക്ഡ് ആഭരണങ്ങൾ മാത്രം നൽകിക്കൊണ്ട് എന്നും വിശ്വസ്തയുടെ മുൻനിരയിൽ തരകൻസ് റോയൽ ജുവല്ലറി, കുന്നംകുളം.